ഹലോ നമസ്കാരം. ആനപ്പമാളിയൊക്കെയാണ് ഇന്ന് സ്ഥലം കച്ചവടമായിട്ടൊന്നുമല്ല കേട്ടോ വന്നിക്കണ്. ഇന്ന് എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ നിന്ന് ഇങ്ങനെ ബോറടിച്ച് നിൽക്കുമ്പോഴേ 1-2 ദിവസം വന്ന് മാറിക്കാൻ പറ്റിയ ഒരു ഹോം സ്റ്റേ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ട് ഒരു പരിപാടി. 1-2 ദിവസം നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകുകയല്ലേ വെച്ചാൽ നമുക്ക് വന്ന് നിൽക്കാൻ പറ്റിയൊരു പ്രൈവസി ആയ ഒരു സ്ഥലമുണ്ട്. ഇങ്ങോട്ട് വന്നോളി നിങ്ങൾ. ഇവിടെ 1-2 ദിവസം വന്ന് നല്ല എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്ത് പോയിക്കോളി. അതിന് പറ്റിയൊരു സ്ഥലം വന്നിട്ടുണ്ട്. അത് എവിടെ വന്നിക്കണമെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പുല്ലൂരാമ്പാറ അങ്ങാടിയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മലൻ്റെ മുകളിലാണ്. അപ്പോൾ ഇതിൻ്റെ 1 കിലോമീറ്റർ വരെ KSRTC വരുന്നുണ്ട് കേട്ടോ. രാവിലെയും വരുന്നുണ്ട്, വൈകിട്ടും വരുന്നുണ്ട്. നിങ്ങൾക്ക് ബൈക്കിന് വരണമെങ്കിൽ ബൈക്കിനും വരാം, കാറിന് വരണമെങ്കിൽ കാറിനും വരാം. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ സ്റ്റാഫിൻ്റെ നമ്പറുണ്ട് ഇതിൽ വെക്കുന്നുണ്ട്. ഓർക്ക് വിളിച്ചിട്ട് നിങ്ങൾ വരാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വരരുത്. അതുപോലെ തന്നെ നിങ്ങൾ KSRTCക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുളക്കാട്ടുപാറ വായനശാലൻ്റെ അവിടെ നിന്ന് ഇറക്കി തരണം എന്ന് പറഞ്ഞാൽ KSRTCക്കാർ ഇറക്കി തരും കേട്ടോ. ഞാൻ അതല്ല, നിങ്ങൾ ബൈക്കിന് അതുപോലെ തന്നെ കാറിനൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുവമ്പാടിയിലെ പുല്ലൂരാമ്പാറ വരിക. അവിടുന്ന് കുളക്കാട്ടുപാറയ്ക്ക് എങ്ങനെ പോകുക വെച്ചാൽ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. എന്നിട്ട് അവിടുന്ന് പുല്ലൂരാമ്പാറയിൽ നിന്ന് പിന്നെ നമ്മളെ 1 കിലോമീറ്റർ എന്നിട്ട് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ റിച്ച് മൗണ്ട് അഡ്വൈസർ ക്യാമ്പ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് കാണും. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഹോം സ്റ്റേ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഒന്ന് കണ്ടു നോക്കി. നിങ്ങൾക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഒന്ന് കണ്ടു നോക്കി, കണ്ടിട്ട് നിങ്ങൾ പറയും. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ, സൂപ്പർ സ്വഭാവമാണ്. ആരും ഇങ്ങോട്ട് ഏറൊന്നുമില്ല കേട്ടോ. പിന്നെ തണുപ്പ് കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് ശരീരം ചൂടാക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളുണ്ട്. പിന്നെ അൽഫാമും മസാല ഒട്ടിയാണ്ടൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ ചൂടാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കേണ്ട ആളുകൾക്ക് ഇവിടെ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ പുറത്തുനിന്നാണ് ഭക്ഷണം വേണ്ടതെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്നേരും ചെയ്യും കേട്ടോ ഇവിടുത്തെ സ്റ്റാഫ്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും, അതിൽ സംശയമില്ല. അത്ര രസമുള്ള സ്ഥലമാണ്. എടക്കര വൈക്കടവ് ഈ ഭാഗങ്ങളിലൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കക്കാടംപൊയിൽ ബൈക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം കേട്ടോ. പക്ഷേ ബൈക്കിന് വരുന്ന അതുപോലെ തന്നെ കാറിനൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ പോരാൻ പറ്റുള്ളൂ. കാരണം നല്ലൊരു ചുരം കയറാനൊക്കെ ഉണ്ട് കക്കാടംപൊയിൽ ബൈക്ക് വരുമ്പോൾ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കസാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അതുപോലെ തന്നെ പുറത്തേക്ക് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മുകൾ കണ്ടുകൾ. പിന്നെ വേറെ പറയാമല്ലോ എന്താ വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും താഴെ നല്ലൊരു വലിയൊരു പുഴയുണ്ട്. ഇത് കാണിച്ചു തരാം, കണ്ടോളി നിങ്ങൾ. അതിൻ്റെ അടിഭാഗത്ത് കൂടി പുഴ പോകുന്നുണ്ട്. ഏറ്റവും അടിയിൽ പുഴയാണ്. പിന്നെ തൊട്ട് ചാരി മലയാണ്. അവിടെ ആനയും കാര്യങ്ങളൊക്കെ ഇറങ്ങലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റൂമുകളൊക്കെ കാണാൻ പോവുകയാണ്. അപ്പോൾ റൂമുകൾ കാണാൻ വേണ്ടി പോകുമ്പോൾ ഇതാ നമ്മൾ നേരെ ചെല്ലുന്നത് റൂമിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗി ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക്. ഇതിൻ്റെ താഴെയാണ് പുഴ വരുന്നത്, കണ്ടോളി. പിന്നെ ആൽബമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ സ്ഥലം. അതുപോലെ തന്നെ സിനിമ ഷൂട്ടിങ്ങിന് പറ്റും. കല്യാണത്തിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഷൂട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനും പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ റൂമിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്, കണ്ടോ. ഇവിടെ 4 ആൾക്ക് ഒരുമിച്ച് കിടക്കാം കേട്ടോ. കണ്ടങ്ങൾ നല്ല വലിപ്പമുള്ള റൂമാണ്. രാവിലെ ഇങ്ങനെ നീച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് നിങ്ങൾ ആനയൊക്കെ ഇങ്ങനെ കാണുന്നത്. ഞാനല്ലേ ഇത് കണ്ട് എൻ്റെ കമൻറ്റിലൊന്നും കണ്ട് മറ്റേ പൊങ്കാല ഇടാനൊന്നും നടക്കണ്ട കേട്ടോ. ഇവിടെ ആന ഇറങ്ങിയ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീലിൻ്റെ ഒപ്പം ഇടാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് പോയേക്കാം. ബാത്റൂം ഉണ്ടെങ്കിൽ ബാത്റൂം നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ അല്ല ബാത്റൂം കേട്ടോ, നല്ല വലിപ്പമുണ്ട്. പിന്നെ ഇതിൻ്റെ രണ്ടാമതൊരു ഹോം സ്റ്റേ ഉണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് കാണിച്ചു തരാൻ കഴിയൂല. കാരണം എന്താ വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അടുത്ത രണ്ടാമത്തെ റൂം ഫാമിലി റൂമായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി അല്ലാത്തവരും യൂസ് ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ ഇതുണ്ടെങ്കിൽ രണ്ടാമത്തെ റൂമിക്ക് ഒരു 2 ആൾക്കൊക്കെ കിടക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എത്ര ആൾ വന്നാലും ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് നമുക്ക് മറ്റേ ഹോം സ്റ്റേ കാണിച്ചു തരാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ ബാത്റൂം ഒന്ന് കണ്ടാക്കാം. ഈ ബാത്റൂമിൽ തന്നെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ഭാഗത്തെ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിച്ച് വരാം. രാവിലെയൊക്കെ നീച്ച് കണ്ണും തിരുമ്പിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് നിങ്ങൾ ആനയൊക്കെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും നേരെ കിച്ചണിലേക്ക് അണിഞ്ഞ് പോകണ്ട. അടിയിൽ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇനി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാം. ഞാൻ അതല്ല അവിടെ DJ പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ അതും കളിച്ചട്ടോ. അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കണ്ടോ, ഇതാണ് നമ്മളെ നമുക്ക് പാട്ടൊക്കെ ഇട്ടിട്ട് ആസ്വദിച്ചിട്ട് ഇങ്ങനെ DJ ശബ്ദത്തിൽ ഇത് പിന്നെ പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട് ആളുകൾക്ക്. അതും ഡാൻസ് കളിച്ചാൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി കിച്ചണിലേക്ക് പോകണം. നമ്മൾ കിച്ചണിൽ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. ഇതാണ് പിന്നെ വലിയ കുടുക്കിയും പാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എത്ര ദിവസം വന്ന് നിന്നാലും നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റോർ റൂം ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് സ്റ്റോർ റൂം. അപ്പം നമ്മൾ എവിടേക്ക് പോകണമെന്ന് വെച്ചാൽ താഴെ വരെ കമ്പി കൊണ്ട് സ്റ്റെപ്പ് ഉണ്ടാക്കിയാണ്. താഴെ പോയായിരുന്നല്ലേ അങ്ങോട്ട്, ആ പോയിൻ്റെ അവിടെ ഏറ്റവും മറ്റേ കമ്പി കൊണ്ട് സ്റ്റെപ്പ് ഉണ്ടാക്കിയേക്കാം കേട്ടോ. കണ്ടങ്ങൾ ഇത് താഴെ വരെ ഉണ്ട്, പോയ വരെ പോവാണ്. പോയി കറങ്ങോളുണ്ട്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ പോയാണ്ട് താഴെ ഒരു സ്റ്റേജാണ്. ആ സ്റ്റേജിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ മഴക്കാലത്ത് അങ്ങോട്ട് പോകാനയക്കൂല. ആ സ്റ്റേജ് വരെ നമ്മൾ പറഞ്ഞേക്കുള്ളൂ. മഴക്കാലത്ത് അതിൻ്റെ ഉള്ളിൽ നല്ല ഒഴുക്കുണ്ടാകുന്ന സമയത്ത് അവിടേക്ക് പോകാനയക്കൂല അവർ. സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ കണ്ടങ്ങൾ ഇത് താഴെ വരെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ പോവാണ് പോയ വരെ. നിങ്ങളൊക്കെ വീട്ടിൽ ബോറടിച്ചിരിക്കുന്ന സമയം ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ എവിടേക്കെങ്കിലൊക്കെ പോവല്ലേ സുഹൃത്തുക്കളോടൊക്കെ, നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നോളൂ. ഒരു ദിവസം ഒക്കെ ഇവിടെ വന്ന് കണ്ട് നിങ്ങൾക്ക് ഈ ഹോം സ്റ്റേയിലൊക്കെ വന്ന് നിൽക്കുക. അധികം വലിയ പൈസയും ഇവർ വല്ലാതെ ഈടാക്കണില്ല. പിന്നെന്താ പറയുക, വലിയ ഫാമിലികൾ ബസ്സിൽ വരാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഇവിടെ ഇല്ല കേട്ടോ. കാറിൽ തന്നെ വരണം. ഒരു മലൻ്റെ മുകളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കില്ല. കണ്ടോ ഇപ്പോൾ ഈ പോയാണത്, ഈ പൊയ്യിൽ എത്തിക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടോ, ഇപ്പോൾ ഇവിടെ വെള്ളം കുറവാട്ടോ. മഴക്കാലത്ത് ഇവിടേക്ക് പ്രവേശനം ഉണ്ടാവില്ല. ഇവിടെ ഈ ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കണുണ്ട്. നിങ്ങൾ ഈ പോയിൻ്റ് ഇവിടെ വന്നിട്ട് ഇത് നല്ല ആയുണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പോൾ എന്താ പറയുക, ശ്രദ്ധിക്കുക. നീന്താൻ വയ്ക്കാത്ത പോലും അതുപോലെ തന്നെ അത്യാവശ്യം കുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ ഒന്ന് നീന്താൻ വയ്ക്കുന്ന ഒരാൾ ഇറങ്ങി നോക്കിയിട്ട് എത്ര ആയുണ്ട് അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഞങ്ങൾ സുഹൃത്തുക്കളെ, നീന്താൻ വയ്ക്കാത്ത സുഹൃത്തുക്കളെ ഇറക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറയുക, ബോറടിച്ചില്ല. പിന്നെ രാവിലെയൊക്കെ ഈ ഭാഗത്തൊക്കെ ആന ഉണ്ടാവും. മുകളിലേക്ക് ആന വരാതെക്കാലം സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ കടണ്ട് കേട്ടോ. കണ്ടോളൂ നിങ്ങൾ. അപ്പോൾ എന്താ വെച്ചാൽ ഞാനിതിൽ ഈ ഓണർമാരുടെ നമ്പർ ഇതിൽ വെക്കുന്നുണ്ട്. ഓർക്കും വിളിച്ചിട്ട് റൂമുണ്ടോ എന്ന് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ വരാൻ പാടുള്ളൂ. കാരണം റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ ഫാമിലിക്ക് തന്നെ ഉണ്ട്, സെറ്റപ്പും കാര്യമുണ്ട്. പിന്നെ എന്താ പറയുക, ഈ വീഡിയോ കയറിനോട് കൂടെ ചിലപ്പോൾ ഇത് വൈറലാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്ക് വിളിച്ചിട്ട് മാത്രം വരും. അതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഓരോ നമ്പറിൽ വിളിച്ചിട്ട് മാത്രമേ നിങ്ങൾ വരാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാണ്ട്, നിങ്ങൾ വരുന്ന സമയത്ത് ആന കണ്ടില്ല അറിയാണ്ട് കമൻറ്റ് ബോക്സിൽ എൻ്റെ ഇതിൽ വന്ന് പൊങ്കാലിടരുത്. ആന വരലുണ്ട്, പക്ഷേ എന്നും വരുമോ നമുക്കറിയില്ല, പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഓണർ നമ്പറിൽ വിളിച്ച് വരിക. പിന്നെ ഇങ്ങോട്ട് ബൈക്കിനും വരാം കേട്ടോ. ബൈക്കിൻ്റെ കാര്യം മറന്നിക്കണേ, ബൈക്കിനും വരാം. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളിയും അതുപോലെ തന്നെ ഫോളോ ഒക്കെ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ.